ഇനി നമ്മൾ ഗ്രഹങ്ങളെ പറ്റി പഠിക്കാം. അപ്പോൾ നമ്മൾ ഗ്രഹങ്ങളുടെ കാര്യം പറഞ്ഞു, ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഇനി ഇത് ഏതൊക്കെയാണ് നമ്മൾ നവഗ്രഹങ്ങൾ? നമുക്കറിയാം, നമ്മൾ അമ്പലത്തിലൊക്കെ നവഗ്രഹ പൂജ, നവഗ്രഹങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് 9 പ്രതിമകൾ അവിടെ ഉണ്ടാവും നവഗ്രഹ പൂജ നടക്കുന്ന ക്ഷേത്രത്തിൽ. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഈ ലിസ്റ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 9 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 7 എണ്ണമാണ് ശരിക്കുള്ള എന്താ പറയുന്നത് സോളിഡ് ആയിട്ടുള്ള ഗ്രഹങ്ങൾ. പിന്നെ രാഹു കേതുക്കൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഛായാഗ്രഹങ്ങൾ എന്നാണ് പറയുന്നത്. ശരിക്കും ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ല അത് രാഹു കേതുക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിഴൽ ഗ്രഹങ്ങളാണ്, ഛായാഗ്രഹം എന്നാണ് പറയുന്നത്. രാഹു കേതുക്കളെ ഗ്രഹങ്ങളല്ല, അതിന് ഛായാഗ്രഹം എന്നാണ് പറയുന്നത്. അങ്ങനെ 9 എണ്ണം ഈ ഛായാഗ്രഹങ്ങളെയും കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് ഒന്നും കൂടെ ഉണ്ട്, ഗുളികൻ എന്ന് പറയും. ഗുളികൻ ഒരു പ്രത്യേക സമയത്ത് അത് ഉദിച്ചസ്തമിക്കുന്നു. നമ്മൾ ഗുളിക കാലം എന്നൊക്കെ പറയില്ലേ, കലണ്ടറിലൊക്കെ ഗുളികൻ ഉദിക്കുന്ന സമയം, ഗുളികൻ അസ്തമിക്കുന്ന സമയം, എല്ലാ ദിവസവും കുറച്ച് സമയം ഉദിച്ചിരിക്കുന്ന പെട്ടെന്ന് അസ്തമിക്കുന്ന ഒരു ഗ്രഹമാണ് ഗുളികൻ എന്ന് പറയുന്നത്. ഗുളികൻ നമ്മൾ ജാതകം നോക്കുമ്പോൾ അധികം പ്രാധാന്യമില്ല. കാര്യം ഗുളികൻ്റെ ഒരു ദശാകാലം നമുക്കില്ല. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 9 ഗ്രഹങ്ങളുടെ ദശാകാലം നമുക്കുണ്ട്, പക്ഷേ ഗുളികൻ്റെ ഒരു ദശാകാലം നമുക്കില്ല. അപ്പം അതുകൊണ്ട് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. എങ്കിലും ചില സാഹചര്യത്തിൽ ഗുളികൻ നിൽക്കുന്നതനുസരിച്ച്, ഓരോ ജാതകത്തിൽ ഗുളികൻ നിൽക്കുന്നതനുസരിച്ച് ചെറിയ ചെറിയ ദോഷങ്ങളും കാര്യങ്ങളും മിക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ 10 ഇങ്ങനെ 10 കാര്യങ്ങൾ അല്ലെങ്കിൽ 10 ഗ്രഹങ്ങൾ എന്ന് നമുക്ക് പറയാം. പക്ഷെ അങ്ങനെ പറയുന്നതും ശരിയല്ല. എങ്കിലും 10 എന്നുള്ള സംഖ്യ നമുക്ക് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഗ്രഹനിലയിൽ 10 ഡിഫറെൻറ്റ് ഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പൊസിഷൻ അനുസരിച്ചാണ് നമ്മൾ ഫലങ്ങൾ പ്രവചിക്കുന്നതും മറ്റ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതാണ് നവഗ്രഹങ്ങൾ. അതോടൊപ്പം തന്നെ ഗുളികൻ എന്ന് പറയുന്നൊരു ഗ്രഹം കൂടെ, പെട്ടെന്ന് ഉദിച്ച് പെട്ടെന്ന് അസ്തമിക്കുന്ന ഒരു ഗ്രഹം കൂടി ഉണ്ട്. ഇപ്പോൾ രാഹു കേതുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? ബാക്കിയുള്ള 7 എണ്ണം എന്ന് പറയുന്നത് ശരിക്കും നമുക്കറിയാം. ഈ ഗ്രഹങ്ങളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ ഭൂമിയെ പോലെ തന്നെ അതിലും വലിപ്പം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള രീതിയിലുള്ള എന്താ പറയുന്നത് ഒരു ആകാശഗോളം ആണ് അവിടെ ഉണ്ട്. ഗോളം, സൂര്യനെ ഒരു ഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു ആകാശഗോളമായിട്ടാണ് കാണുന്നത്. അല്ലാണ്ട് സൗരയൂഥത്തിൻ്റെ സെൻറ്ററാണ് സൂര്യൻ. ബാക്കി സൂര്യനെ ഗ്രഹം എന്ന് നമ്മൾ വിളിക്കുന്നില്ല. എങ്കിലും ഇവിടെ ഗ്രഹം എന്നുള്ള മലയാളത്തിലുള്ള അർത്ഥമല്ല ഉദ്ദേശിക്കുന്നത്. സംസ്കൃതത്തിലത് ഗ്രഹം എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെവൻലി ബോഡി എന്നാണ് ഗ്രഹം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൂര്യന് നമ്മളിൽ പല ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാം. അതുപോലെ ചന്ദ്രനാണെങ്കിൽ ഭൂമിയുടെ തന്നെ ഉപഗ്രഹമാണ്, ഗ്രഹമല്ല. അപ്പോൾ ഇവിടെ ഗ്രഹം എന്നുള്ള മലയാളത്തിലുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ആകെപ്പാടെ കൺഫ്യൂഷനാവും. ഇവിടെ ഗ്രഹം എന്നുള്ളതിൻ്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് നമ്മളിൽ ഒരു ഇഫക്റ്റ് അല്ല ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനുള്ള പവറുള്ള ഒരു ഹെവൻലി ഒബ്ജക്റ്റ്, ഒരു ആകാശത്തുള്ള നമ്മുടെ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ അടുത്തുള്ള ഇത്രയാണ്. ബാക്കി നക്ഷത്രങ്ങളും ബാക്കി പല സൗരയൂഥങ്ങളും പല പല സൂര്യന്മാരും ഒക്കെ എല്ലായിടത്തും ഉണ്ട്, അല്ലെങ്കിൽ അനേക കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. അതിനെല്ലാം ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും വളരെ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും
ഇൻഫ്ലുവൻസ് ഉള്ള ഗ്രഹങ്ങളാണ് ഈ പറഞ്ഞേക്കുന്ന 9 എണ്ണം. അതുകൂടാതെ 10ാമത് കുളികനും കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ട്. പിന്നെ രാഹുകേതു എന്ന് പറയുന്നത് എന്താണ്, നിഴലാണ്. നമ്മുടെ പാലാഴി മഥനത്തിൻ്റെ കഥ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് രാഹു കേതുവും അമൃത് വിളമ്പിയ സത്തസ്സിലെ വേഷം മാറി ദേവന്മാരുടെ ഇടയ്ക്ക് കയറിയിരുന്നു. അപ്പോൾ ദേവന്മാർക്കാണ് മോഹിനി എന്ന് ആദ്യം വിളമ്പി വരുന്നത്. അപ്പോൾ ആദ്യം കിട്ടാൻ വേണ്ടി രാഹു കേതുക്കൾ ഇടയ്ക്ക് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ അമൃത് കൊടുത്ത സമയത്ത് ഭഗവാന് മനസ്സിലായി എന്താണ് ഇവർ ആക്ച്വലി ഇവർക്ക് അമൃത് കൊടുത്തത് ഭക്ഷിക്കാൻ വേണ്ടി വാ വിളിച്ചപ്പോഴത്തേക്കും ദംഷ്ട്ര കണ്ട് മനസ്സിലാക്കിയ ഭഗവാൻ ചക്രായുധം കൊണ്ട് ഇവരുടെ ശിരസ് ഛേദിക്കുക ചെയ്തു. അപ്പം അങ്ങനെ അമൃത് ഇറങ്ങി വയറ്റിലേക്ക് പോയില്ല. അപ്പം അതിനു മുമ്പ് അങ്ങനെ ശരീരം 2 ഭാഗങ്ങളായിട്ട് 2 ദിക്കിലേക്കും പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു സാങ്കല്പികമായിട്ടുള്ള കഥയാണ്, ഒരു കോൺസെപ്റ്റ് പറയാൻ വേണ്ടിയുള്ളൊരു കഥയാണ്. എങ്കിലും ഇത് ശരിക്കുള്ള ഒരു ഗ്രഹങ്ങളായിട്ടല്ല വരുന്നത്, ഛായാഗ്രഹങ്ങളാണ്. അതായത് സൂര്യനും ചന്ദ്രൻ്റെ ഇടയിലാണ് രാഹുകേതുക്കൾ കയറി ഇരുന്നതെന്നാണ് പറയുന്നത്. സൂര്യദേവനും ചന്ദ്രദേവനും ഇരിക്കുന്നതിൻ്റെ ഇടയിൽ രാഹുകേതു ആണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം വേറൊരു കഥാരൂപത്തിൽ നമുക്ക് പറഞ്ഞു തന്നാണ് നമ്മുടെ പൂർവികന്മാർ. അപ്പം അങ്ങനെ അവിടെ രാഹുകേതുക്കളുടെ ഒരു റെഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ഒരു നിഴലിൻ്റെ ഒരു പ്രഭാവമാണ്, ഒരു ഊർജ്ജ സ്രോതസ്സായിട്ട് അവിടെ ഒരു പ്രഭാവം ഉണ്ടാകുന്നുണ്ട്. അതാണ് രാഹുകേതുക്കൾ എന്ന് പറയുന്നത്. അതിനും നമ്മുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ടാണിത് ഈ നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ഗുളികൻ എന്ന് പറയുന്നത് അതിൻ്റെ കഥയുണ്ട്. ഇവിടെ പല കഥകളൊക്കെ പറയുന്നുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. മഹാദേവൻ കാലനില്ലാത്തൊരു കാലം വന്നല്ലോ പണ്ട്, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. കാലനില്ലാത്ത കാലത്ത് അതായത് മാർക്കണ്ഡേയൻ്റെ രക്ഷിക്കാൻ വേണ്ടി കാലനെ മഹാദേവൻ ബാധിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരുടെ എണ്ണം പെരുകിയപ്പോഴത്തേക്കും ജനങ്ങളെ എന്ത് ചെയ്യുന്നു, കാലൻ്റെ ജോലി കൊടുത്ത ഒരു ആളാണ് ഗുളികൻ. ഭഗവാൻ ഏൽപ്പിച്ചു കൊടുത്ത മഹാദേവൻ ഗുളികനെയാണ് ഏൽപ്പിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഗുളികൻ്റെ ജനനത്തെ പറ്റി ഒരു കഥ വരുന്നത്. ഇപ്പോൾ ഐതിഹ്യങ്ങളാണ്, എങ്കിലും ഇതൊരു ശനിയുടെ പുത്രനാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊരു റെഫറൻസ് ഉണ്ട്. ശനിയുടെ പുത്രനാണ് ഇങ്ങനെ പുരാണ സംബന്ധമായി വരുമ്പോൾ. ഇപ്പം എങ്കിലും ഗുളികന് നമ്മുടെ നിത്യജീവിതത്തിൽ കുറേ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് ഗുളികനും നമ്മൾ ഒരു ഗ്രഹമായിട്ട് നമ്മൾ ജാതകം നോക്കുമ്പോൾ ഗുളികനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് ഗുളികൻ്റെ എന്ന് പറയുന്നത്. ഗുളികനെ നമ്മൾ മാ എന്നാണ് എഴുതുന്നത്. മാ എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ ശനിയാണ്. മന്ദൻ മാ നീട്ടി എഴുതി കഴിഞ്ഞാൽ അതാണ് ഗുളികൻ. അപ്പോൾ ഇവിടെ ഗുളികൻ നിൽക്കുന്നത് ഇതാണ്. ഇത് ചിങ്ങൻ രാശിയിലാണ് ഈ ഒരു ഗ്രഹനില വെച്ച് നമ്മൾ ഗുളികനെ കാണുന്നത്. അത് സാധാരണ ഗുളികനെ കൂടുതലും ഗ്രഹനിലയിൽ അല്ലെങ്കിൽ ജാതകം നോക്കുമ്പോൾ അധികം ഇമ്പോർട്ടൻസ് ഇല്ല, എങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ പ്രശ്നം നോക്കുമ്പോഴാണ് ഗുളികന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ പ്രശ്നം നോക്കുമ്പോൾ ഗുളികൻ എന്ന് പറയുന്നത് ഒരു പ്രേതത്തിൻ്റെ ഒരു പ്രസൻസാണ് ഈ ഗുളികനെ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ ആരൂഢം എന്നൊക്കെ പറയില്ലേ, ആരൂഢത്തിലേക്കൊക്കെ ഗുളികൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അവിടെ പ്രേതബാധയുടെ ഇതൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ റെഫറൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ് കൂടുതലും ഗുളികനെ ഉപയോഗിക്കുന്നത്. ജ്യോതിഷത്തെക്കാൾ ഉപരി പ്രശ്നം നോക്കുമ്പോഴാണ് ഗുളികന് വളരെ പ്രാധാന്യമുള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇതാണ്
ഗുളികൻ്റെ ഒരു റെഫറൻസ് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഈ ഗ്രഹങ്ങളെ പറ്റിയുള്ള ഒരു ശ്ലോകമാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് പഠിക്കണം. നമുക്ക് ജ്യോതിഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്രഹങ്ങളാണല്ലോ നമുക്ക് എല്ലാ ലക്ഷണങ്ങളും ഓരോ കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഗ്രഹങ്ങളെ നമുക്ക് പൂജിച്ചിട്ട് വേണം നമ്മൾ ജ്യോതിഷം ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ എല്ലാ ജ്യോതിഷന്മാരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മന്ത്രമാണ് ഈ പറയുന്നത് ഓം നമ സൂര്യായ, സൂര്യൻ, സോമായ ചന്ദ്രൻ, മംഗളായ, മംഗളം എന്ന് വെച്ചാൽ ചൊവ്വ ഗ്രഹത്തെയാണ് പറയുന്നത്, കുജൻ ചൊവ്വ എന്നൊക്കെ പറയും, മംഗളായ പിന്നെ ബുധ ഗ്രഹത്തെ സ്തുതിക്കുന്നു. പിന്നെ ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴത്തെയാണ് നമ്മൾ ഗുരു എന്ന് വിളിക്കുന്നത്. ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് പറഞ്ഞ ഗ്രഹം. ശനിയെയും പിന്നെ രാഹുവെ, കേതുവെ ആണ്. അപ്പോൾ ആ 9 ഗ്രഹങ്ങളെയും നമ്മൾ സ്തുതിക്കുന്ന ഒരു സ്തുതിയാണ് ഇത്. നമ്മൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ശ്ലോകമാണ്. അപ്പോൾ അതുകൊണ്ട് ഓർത്തിരിക്കുക, പഠിക്കുക. ഈ മന്ത്രം നമുക്ക് ഏത് സമയത്തും ചൊല്ലാവോ? പിന്നെന്നാ, നമ്മൾ ഗ്രഹങ്ങൾ പിന്നല്ല, മന്ത്രം എപ്പോഴും ചൊല്ലാം. നമ്മൾ ആ ഒരു ഭക്തി ബഹുമാനത്തോടു കൂടി നമ്മൾ ഏത് ഈശ്വരന്മാരെ വേണമെങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഗ്രഹങ്ങളുടെ ഒരു അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജപിക്കാം. ഓം നമഃ ശിവായ ചൊല്ലുന്ന പോലെ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ സാധാരണ രീതി നമ്മൾ അയ്യപ്പനെയും അല്ലെങ്കിൽ അമ്മയൊക്കെ നമ്മൾ പെട്ടെന്ന് വിളിക്കുകയല്ലേ. നമ്മൾ എന്തൊരു ആശ്ചര്യം അല്ലെങ്കിൽ എന്തൊരു എക്സൈറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, എൻ്റെ അമ്മ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ ശരിക്കും പെറ്റമ്മ ആയിരിക്കില്ല വിളിക്കുന്നത്. നമ്മൾ ചിലപ്പം കുമാരനൊരു അമ്മയാകാം. അങ്ങനെ ഒരു ദൈവികമായ രീതിയിലാണ് നമ്മൾ വിളിക്കാറില്ലേ. അല്ല അയ്യപ്പ നമ്മൾ പെട്ടെന്ന് വിളിക്കുകയല്ലേ നമ്മൾ മലയാളികൾ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എല്ലാം നമുക്ക് ഈശ്വരന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ചൊല്ലുന്നതിൽ യാതൊരു തെറ്റുമില്ല. നവഗ്രഹങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകാൻ ഇത് പല പ്രാവശ്യം ജപിക്കുന്നത് നല്ലതാണ്. ഗ്രഹങ്ങളാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇത് പ്രാർത്ഥനയിൽ കൂട്ടുന്നതിൽ തെറ്റൊന്നുമില്ല. നമ്മൾ ജ്യോതിഷം കൗടി പ്രശ്നമൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഇത് ചൊല്ലിയിട്ടാണ് കൗടിനെ എടുക്കുന്നത്. കാര്യം ഗ്രഹങ്ങളാണ് ഇത് നമ്മളെ കാണിച്ചു തരുന്നത്, ഒരു സൂചന തരുന്നത്. അവരുടെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രശ്നം നോക്കിയാൽ കൃത്യമായിട്ട് തെളിയത്തുള്ളൂ. അപ്പം അത് നമുക്ക് ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒരു പ്രാർത്ഥനയായിട്ട് ചെയ്യാം. നമ്മൾ ഗ്രൂപ്പിലിട്ടേക്കാം അത്. പിന്നെ അപ്പോൾ നമ്മുടെ രാശി പൂർണ്ണമായിട്ടും ഇങ്ങനെയാണ് വരുന്നത്. ലാസ്റ്റ് ആ ഓരോ ഗ്രഹങ്ങളുടെയും ഗ്രഹനിലയിൽ നിൽക്കുന്നതല്ല, പിന്നെ ഓരോ രാശിക്കും മേടം രാശി, ഇടവൻ രാശി, മിഥുനം, അങ്ങനെ ഓരോ രാശിക്കും എന്തുണ്ട്, അധിപന്മാരുണ്ട്. അപ്പം മേടത്തിൻ്റെ അധിപനാണ് അത് ചൊവ്വ. അപ്പോൾ സെയിം കളറിൽ തന്നെ താഴെ വൃശ്ചികൻ രാശിയുടെയും ക്യാപ്റ്റൻ എന്ന് പറയാം. അതിൻ്റെ ഒരു കിങ്, അതിൻ്റെ ഒരു മേധാവി ആണ്. അപ്പോൾ ഈ ഹൗസിൻ്റെ ഹൗസ് ഓണറാണ് ആര്? ചൊവ്വയാണ്. അപ്പം അതുപോലെ തന്നെ ഓരോ രാശിക്കും അതിൻ്റെ അധിപന്മാരുണ്ട്. ആ കളറ് നോക്കി മനസ്സിലാക്കാം. ബുധനാണെങ്കിൽ രണ്ടുണ്ട്. കന്നി രാശിയും മിഥുനവും. ചന്ദ്രനും സൂര്യനും ഓരോന്നേ ഉള്ളൂ. അങ്ങനെ ശുക്രന് 2ഉണ്ട്, ചൊവ്വയ്ക്ക് 2ഉണ്ട്, വ്യാഴത്തിന് 2ഉണ്ട്, ശനിക്ക് 2ഉണ്ട്. അപ്പോൾ ഓരോ ഈ പറഞ്ഞ രാശിക്കും ഓരോ ഹൗസിനും അതിൻ്റേതായിട്ടുള്ള അധിപന്മാരുണ്ട്. ആ അധിപന്മാർ ഗ്രഹങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു ഇമേജാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മുടെ സമയം കഴിഞ്ഞു. എല്ലാം ഈശ്വരഭാഗത്ത് സമർപ്പിക്കുന്നു.